ഹായ് ഹലോ എല്ലാവർക്കും എജിയർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി മറൈൻ ഡ്രൈവിലാണ് കേട്ടോ. ഇവിടെ 41ാമത് കൊച്ചിൻ ഫ്ലവർ ഷോയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. കുട്ടികൾക്ക് 50 രൂപയും മുതിർന്നവർക്ക് 100 രൂപയാണ് കേട്ടോ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രവേശന സൗജന്യമാണ്. അങ്ങനത്തെ നമ്മൾ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് നമ്മളവിടെ കാണിച്ചിട്ട് അകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളകത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ പോകുമ്പോൾ കാണുന്നതെന്ന് പറയുന്നത് ഇവിടെ ബോൺസായി മരങ്ങളാണ് കേട്ടോ. ഒരുപാട് ബോൺസായി മരങ്ങൾ ഇത് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു നെയിമും അതിൻ്റെ ഡീറ്റെയിൽഡും കാര്യങ്ങളാണ് അവിടെ ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ആ ഒരു ബോൺസായി മരങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബോൺസായി മരങ്ങളുടെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തായിട്ട് കാണാനായിട്ട് പോകുന്നത് ടെറേറിയാണ്. ടെറേറിയവും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറേഞ്ചും കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വരുന്നത് പറയുന്നത് പോയിന്റ് സിറ്റീസിൻ്റെ കുറച്ച് കളക്ഷൻസാണ്. ഇത് 4 വെറൈറ്റീസ് ഓഫ് കളക്ഷനാണ് ഇവിടെ ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇനിയും ഒരുപാട് കളക്ഷൻസൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. നല്ല പൂക്കളും അതുപോലെ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. പോയിന്റ് സിറ്റീസിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് മെഡിസിനൽ പ്ലാന്റുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു പ്ലാന്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു നഴ്സറിയുടെ പേരും കാര്യങ്ങളെല്ലാം ഒരു ബോർഡിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെഡിസിനൽ പ്ലാന്റുകൾ മാത്രമല്ല കേട്ടോ. അപ്പോൾ അവരുടെ ഫലവൃക്ഷങ്ങളാണെങ്കിലും അതുപോലെ തന്നെ കാർഷിക വിളകൾ അങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ഒരു കാരിക്കേച്ചർ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചേട്ടനോട് ഇരുന്ന് 5 മിനിറ്റിനുള്ളിൽ കാരിക്കേച്ചർ വരയ്ക്കും. അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് 300 രൂപയും കളറിന് 500 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് കാണുന്നത് ഇത് മയിലാണ്. പച്ചമുളകിലാണ് ഈ ഒരു മയിൽ തീർത്തിരിക്കുന്നത്. ഏകദേശം ഒരു 37,850ഓളം പച്ചമുളകിലാണ് ഈ ഒരു മയിലിനെ തീർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഷോയിൽ എനിക്കൊരു വ്യത്യസ്തമായിട്ട് തോന്നിയത് ഈ ഒരു ചെടിയാണ്. ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ചെടി കാണുന്നത്. ക്രിസാന്തിയം ഗ്രീൻ കളറാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരുന്ന ചെടികളും ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ കാണാത്ത ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ചെടികളും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് കേട്ടോ. ഇവിടുത്തെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് മാരിഗോൾഡാണ് വരുന്നത്. ഇത് യെല്ലോ കളറും അതുപോലെ തന്നെ ഓറഞ്ച് കളറും പിന്നെ അതുപോലെ തന്നെ മെറൂൺ ആൻഡ് ഓറഞ്ച് കളറുകളും കൂടിയിട്ട് ഡബിൾ ഷെയ്ഡായിട്ടുള്ള കളറും കൂടെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല മിക്സിംഗ് ആയിട്ട് നിൽക്കുന്ന കാരണം കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതും വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് ചെടികളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു ഫ്ലവർ ഷോ എറണാകുളം അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും അതുപോലെ തന്നെ GCDAയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷോയുടെ ടൈം വരുന്നത് രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെയാണ് കേട്ടോ. ഡിസംബർ 22 മുതലാണ് ഈ ഒരു ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജനുവരി 1 വരെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഈ കാണുന്ന മുഴുവൻ സീനിയാണ് കേട്ടോ. ഒരുപാട് കളറുകളിലുണ്ട്. ഇത് എല്ലാം കൂടെ കൂടിയിട്ട് കളറ് വ്യത്യസ്ത തരത്തിലുള്ള കളറ് കാണുമ്പോൾ നമുക്കും ഭയങ്കര അധികം സന്തോഷമൊക്കെ ആയിരിക്കും കേട്ടോ. പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഫ്ലവർ ഷോ ആയിരിക്കും ഇത്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ഫ്ലവർ ഷോ നടക്കുമ്പോൾ പറ്റുന്ന ടൈമിലൊക്കെ വരാറുണ്ട്. കഴിഞ്ഞ തവണയാണെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ തവണ വരുമ്പോൾ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഓരോരോ ചെടികളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിലെടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. 54,000 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഈ ഒരു കാർപ്പറ്റ് ഡിസ്പ്ലേ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഒരു ഫ്ലവർ ഷോ ആണ് വരുന്നത്. കാർപ്പറ്റ് ഡിസ്പ്ലേ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലവർ ഷോ. അങ്ങനെ എല്ലാ ചെടികളുടെ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. എന്തായാലും നമ്മൾ ഓരോ ചെടികളുടെ അടുത്ത് ചെല്ലുമ്പോഴും അതിൻ്റെ പേരും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജെറാനിയമാണ്. അപ്പോൾ അതിൻ്റെ തന്നെയും അത്യാവശ്യം നല്ല വെറൈറ്റീസ് ഓഫ് കളറുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വന്ന് കാണുക. പിന്നെ ഇതെന്ന് പറയുന്നത് ബോഗൺവില്ലയാണ്. ബോഗൺവില്ലയുടെയും ഒരുപാട് പൊക്കവും കാര്യങ്ങളൊന്നുമില്ല. നല്ല കളർ വെറൈറ്റീസാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് ഓർക്കിഡിൻ്റെ കളക്ഷൻസാണ് വരുന്നത്. പല കളറിലും പല വലിപ്പത്തിലുള്ള ഓർക്കിഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓർക്കിഡുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു കളക്ഷൻസും കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ വാണ്ട വരുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് സക്യുലൻ്റ് ആണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ഇതും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്.
പിന്നെ ഈ കാണുന്നത് മുഴുവൻ പെൻഡാസാണ്. അതിൻ്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കളറുകളും കൂടിയിട്ട് മിക്സ് ആയിരിക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ അതുപോലെ തന്നെ ആന്തോറിയത്തിൻ്റെ കുറേ കളക്ഷൻസ് വരുന്നുണ്ട്. അതെല്ലാം ഓരോ പോട്ടിലാക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ പോൺസെറ്റിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പോൺസെറ്റിയുടെ ഒരു കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 കളേഴ്സാണ് ഡിഫറൻസ് വരുന്നത്. ഏകദേശം ഒരു 6000-ൽ പരം പോൺസെറ്റികളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ. റെഡ് കളറൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് ആ ഒരു യെല്ലോൻ്റെ ഒക്കെ അടുത്ത് വന്നപ്പോൾ നല്ലൊരു കളർ തീമും കൂടെ വന്നിട്ടുണ്ട്. എന്തായാലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. പിന്നെ ഇതെന്ന് പറയുന്നത് ക്രിസാന്തിയം തന്നെയാണ്. പിങ്ക് കളറാണ് വരുന്നത്. നമ്മൾ ആദ്യം ഇതിൻ്റെ ഗ്രീൻ കളർ ഉണ്ടായിരുന്നു. ഇതിൻ്റെ 3 കളർ ചേഞ്ചാണ് വരുന്നത്. പിങ്ക്, ഗ്രീൻ, വൈറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇത് മഷ്റൂമിൽ ആ ഒരു ഫ്ലവർ ചെയ്തിരിക്കുന്നതാണ്. ഇതും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫോട്ടോ ബൂത്തും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ റിച്ചോടും കുറച്ച് നേരം അവിടെ കയറി ഇരുന്ന് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് ഫ്രൂട്ട്സിൻ്റെ കുറേ പ്ലാന്റുകളാണ് കേട്ടോ വരുന്നത്. ഒരുപാട് വെറൈറ്റീസ് പ്ലാന്റുകൾ വരുന്നുണ്ട്. പിന്നെ വീണ്ടും പോയിൻസെറ്റോടെ കളക്ഷൻ തന്നെയാണ് വരുന്നത്. ഈ ഒരു കളർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് കണ്ണിനൊക്കെ കുളിർമയേകുന്നെന്ന് പറയൂല, ആ ഒരു തരത്തിലുള്ളൊരു കളറായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്നത് കാലലില്ലിയാണ്. ഇതിൻ്റെ ഒരു 3-4-5 വെറൈറ്റീസ് കളർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അതുപോലെ തന്നെ 4000-ൽ പരം ഡെൻഡ്രോബിയത്തിൻ്റെ കളക്ഷനും 1000-ൽ പരം ഫെലിനോപ്സും 1500-ൽ പരം റോസുകളും 1200-ൽ പരം അഡീനിയൊക്കെയാണ് കേട്ടോ ഇവിടെ ഒരു ഫ്ലവർ ഷോയിൽ ഡിസ്പ്ലേക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു ഓരോ ഫ്ലവറുകളും അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. 1-ാം തീയതി തീരുന്ന ഈ ഒരു ഫ്ലവർ ഷോ പിറ്റേ ദിവസം 2-ാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു ഫ്ലവറിൻ്റെയൊക്കെ തൈകളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് കുറഞ്ഞ വിലയ്ക്ക്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ 2-ാം തീയതി വന്നു കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് പ്ലാന്റുകളൊക്കെ മേടിക്കാവുന്നതാണ്. പിന്നെ ഇത് വീണ്ടും ആന്തോറിയത്തിൻ്റെ കുറേ കളക്ഷൻസാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ കാണുന്ന മുഴുവൻ പെറ്റൂണാസാണ് കേട്ടോ. ഒരുപാട് നല്ല കളർ ചേഞ്ചിൽ വന്നിട്ടുണ്ട്. എല്ലാ കളറും കൂടെ കൂടിയിട്ട് മിക്സായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ബ്രൊമില്ലാഡ്സ് വരുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് പിന്നെ ഈ കാണുന്നത് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ട് അതിൽ പേരെഴുതി വെച്ചിരിക്കുന്നത് മദറിലോ സ്കുഷിൻ എന്നാണ്. അത് നല്ല ഒരു അടിപൊളി സംഭവം തന്നെയായിട്ട് തോന്നിയിട്ടോ. പിന്നെ ഈ കാണുന്നത് ചൈനീസ് ബോൾസാണ് വരുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലിങ്ങനെ കണ്ടിട്ടുള്ള ചെടികളാണ്. പിന്നെ അതുപോലെ തന്നെ ഡിയാന്തൂസ് വരുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് കാണുന്നത് പറയുന്നത് അഡീനിയാണ് കേട്ടോ. അഡീനിയത്തിൻ്റെ ഏകദേശം ഒരു 1200-ൽ പരം പ്ലാന്റുകളാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓർക്കിഡിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് വരുന്നുണ്ട്. ഡെൻഡ്രോബിയം അങ്ങനെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ താഴെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാസ്ക്കറ്റിലായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രസകരമായിട്ട് തോന്നിയിട്ടോ. പൂക്കൾ കൊണ്ടും വീണ്ടും പൂക്കളുടെ ഒരു ഷേപ്പ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ വീണ്ടും സീനിയയുടെ കുറേ കളക്ഷൻസ് കളർഫുള്ളായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഹൈഡ്രേഞ്ചിയാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ കണ്ടുവരുന്ന ചെടിയാണ്. അതുപോലെ തന്നെ 1500-ൽ പരം റോസുകളുടെ കുറേ കളക്ഷൻസാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീണ്ടും മഷ്റൂമിൻ്റെ ആ ഒരു ഫ്ലവറോടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരിയുടെ പ്ലാന്റും കാര്യങ്ങളും. പിന്നെ ഇത് സൺഫ്ലവറിൻ്റെ കുറേ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ ചെറിയൊരു എന്താ പറയുന്നത് ഒരു ഗ്രോത്ത് ഇല്ലായ്മ പോലെ തോന്നുന്നുണ്ട്. ഈ ഒരു ഫ്ലവർ ഡിസ്പ്ലേ സെക്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് നമ്മളിനി കയറാനായിട്ട് പോകുന്നത് സ്റ്റാളുകളിലേക്കാണ്. ഈ കാണുന്നത് അമേരിക്കൻ്റെ ഹൈബ്രിഡ് സീഡുകളുള്ള പ്ലാന്റുകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് ഇവിടുന്ന് മേടിച്ചിട്ട് പോകാവുന്നതാണ്. അതുപോലെ തന്നെ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഒരുപാട് സ്റ്റാളുകൾ ഫുഡിൻ്റെ ആണെങ്കിലും ഫർണിച്ചേഴ്സിൻ്റെ ആണെങ്കിലും ബുക്ക് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഫുഡ് കോർട്ടാണ്. നമുക്ക് ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനായിട്ട് വരുന്നത് ഇവിടെ ഗെയിമിംഗ് സെക്ഷനും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള റൈഡും കാര്യങ്ങളെല്ലാം ആണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് സെക്ഷനിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ചെടികളും പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കണ്ടിരിക്കണം. കഴിഞ്ഞ തവണത്തെക്കാളും വ്യത്യസ്ത തരത്തിലാണ് ഓരോ തവണയും വ്യത്യസ്ത കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.